ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 4, ഒന്നാമത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 18-19 അധ്യായങ്ങൾ. 18 അധ്യായം നോക്കുമ്പോൾ അതിൽ ഒരു പ്രധാന വാക്യം എന്ന് പറയുന്നത്, ദാവീദ് ചെന്നയിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. അപ്പോൾ ഇതിൽ ചില യുദ്ധങ്ങളെ കാണുന്നുണ്ട്. ഫെലിസ്തരെ തോൽപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് പിടിച്ചു. പിന്നെ മോവാബ്യരെ തോൽപ്പിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെയും വായിക്കുന്നത് ദാവീദ് ചെന്നയിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. പിന്നെ ഹദദേസർ തോവ് തമ്മിൽ കൂടെ യുദ്ധമുണ്ടായിരുന്നു. അവൻ പൊന്ന്, വെള്ളി, താമ്ര കൊണ്ടുള്ള സകല സാധനങ്ങളും കൊണ്ടുവന്നു. ദാവീദ് രാജാവെ, താൻ ഏദോം, മോവാബ്, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്ക് എന്നിവരിൽ നിന്ന് യുദ്ധം ചെയ്ത് പിടിച്ച സാധനങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ പൊന്ന്, വെള്ളി എന്നിവയുടെ കൂടെ അത് ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് ദൈവത്തിന് വിശുദ്ധീകരിച്ചു. പിന്നെയും പറയാൻ, ദാവീദ് ചെന്നിടത്തൊക്കെയും അവന് ദൈവം ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി കാണു. തൻ്റെ സകല ജനത്തിലും നീതിയും ന്യായവും നടത്തി വന്നു. അതിൽ സെരൂയ എന്ന് പറയുന്ന സഹോദരിയുടെ മകനായ യോവാബ് സേനാധിപതിയായിരുന്നു. അഹീലൂദിൻ്റെ മകനായ യഹോശഫത്ത് മന്ത്രിയായിരുന്നു. സാദോക്ക് അബ്യാഥാറിൻ്റെ മകനായ അഹീമേലക്ക് പുരോഹിതന്മാരായിരുന്നു. ശൗഷ രായസക്കാരനായിരുന്നു. യഹോയാദയുടെ മകനായ ബെനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയുമായിരുന്നു. ദാവീദിൻ്റെ പുത്രന്മാരാണെങ്കിൽ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ദാവീദിൻ്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു. ഇതാണ് 18-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. ഇനി നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഈ അമ്മോന്യർ രാജാവായ നാഹാശുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ആ നാഹാശ് മരിച്ചപ്പോൾ നാഹാശിൻ്റെ മരണമന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളെ ദാവീദ് നാഹാശിൻ്റെ കൊട്ടാരത്തിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഹാനൂൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇവന് സൗഹൃദവും സ്നേഹവും ഒന്നും ഉണ്ടായിട്ടല്ല ആളുകളെ അയച്ചിരിക്കുന്നത്, ദേശം ഒറ്റുനോക്കാനും ഒക്കെയാണ് അയച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് വിശ്വസിച്ചിട്ട് ഹാനൂൻ്റെ കൽപ്പന പ്രകാരം ആ വന്ന ആളുകളെ അവർ ഉടുത്തുകൊണ്ട് പോയിരുന്ന തുണി, ആസനം വരെ കത്തിരിച്ച് കളഞ്ഞു. അതവർക്ക് പിന്നെ തുണി നടന്നു വരുമ്പം ശരീര ആസന ഭാഗങ്ങൾ പുറത്ത് കാണും. അപ്പം ഇത് അറിഞ്ഞിട്ട് അവരെ അവിടെ താമസിക്കാനൊക്കെ പറഞ്ഞിട്ട് ഉടനെ വരണ്ട, അത് അവിടെ എരിഹോവിൽ പാർത്തിട്ട് മടങ്ങി വരുമെന്ന് രാജാവ് പറയിച്ചു. അപ്പോൾ ഇത് അമ്മോന്യർ മനസ്സിലായി, ഞങ്ങൾ ചെയ്തത് ദാവീദിന് വെറുപ്പായി എന്ന് പറഞ്ഞു. അവർ അരാം രാജ്യത്ത് നിന്ന് സോബായിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടകളെയും 1000 താലന്ത് വെള്ളിക്ക് കൂലി കൊടുത്ത് വാങ്ങി. അപ്പോൾ അവരുമായിട്ട് സൗഹൃദത്തിലായി. അവരും കൂടെ ചേർന്നിട്ടാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത്. 32,000 രഥങ്ങളെയും മയഖ രാജാവിനെയും അവൻ്റെ പടജനത്തെയും കൂലിക്ക് വാങ്ങി. അവർ ഒന്ന് മേദബയ്ക്ക് മുമ്പിൽ പാളയമിറങ്ങി. അപ്പം യുദ്ധമുണ്ടായി. ദാവീദിൻ്റെ സൈന്യം ദാവീദ് ജയിച്ചു. അപ്പോഴത്തേക്ക് അരാമ്യർ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി. ദാവീദ് അരാമ്യരിൽ 7,000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാധിപതിയായ ഷോഫക്കിനെയും കൊന്നുകളഞ്ഞു. ഹദദേസൻ്റെ ഭൃത്യന്മാർ തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയെന്ന് കണ്ടിട്ട് ദാവീദിനോട് ഒന്ന് സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. അപ്പം സഹായിക്കാൻ വന്ന അരാമ്യർ വന്ന് ദാവീദിന് കീഴടങ്ങി. അമ്മോന്യരെ സഹായിപ്പൻ പിന്നെ അരാമ്യർ തുനിഞ്ഞതുമില്ല. അപ്പം ഈ ഒരു അബദ്ധം പറ്റിയത് അവർക്ക് മനസ്സിലായി. അവർ പിന്നെ അമ്മോന്യരെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. 2-ാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 30-ാം അധ്യായം. ഇന്നലെ നമ്മൾ വായിച്ചത് മിസ്രയീമിനെതിരെയുള്ള പ്രവചനമാണ്. അത് തന്നെ തുടരുകയാണ് ഈ അധ്യായത്തിലും. അവിടെ പറയുന്നത്, മിസ്രയീമിൻ്റെ നേരെ വാൾ വരും, മിസ്രയീമിൽ നിഹതന്മാർ വീഴുകയും ചെയ്യും, അതിലെ സകല സമ്പത്തും അപഹരിക്കപ്പെടും, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യും. അപ്പം ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ദൈവം പറയുന്നത്, ഈ
മിസ്രയീമിനെ താങ്ങി നിർത്തുന്നവർ, സഹായിക്കുന്നവർ, സൗഹൃദമുള്ളവർ, സഖ്യ രാജ്യങ്ങൾ, ദേശങ്ങൾ, അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അവരും അവരോടുകൂടെ വാളുകൊണ്ട് വീഴും. അതിൽ കൂശ്യര്, പൂത്യര്, ലൂദ്യര്, സമ്മിശ്ര ജാതികളൊക്കെയും കൂബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാളുകൊണ്ട് വീഴും. മിസ്രയീമിനെ താങ്ങുന്നവർ വീഴും, അതിൻ്റെ ബലത്തിൻ്റെ പ്രതാപം താണുപോകും എന്ന് തന്നെയാണ് ദൈവോട് പറയുന്നത്. എന്നിട്ട് എൻ്റെ 10ാമത്തെ വാക്യത്തിൽ, ഞാൻ ബാബേൽ രാജാവ് നെബൂഖദ്നേസറിൻ്റെ കയ്യാൽ മിസ്രയീമിൻ്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും. അപ്പം കഴിഞ്ഞ അധ്യായത്തിൽ നെബൂഖദ്നേസറിൻ്റെ കാര്യം പറയുന്നത്, നെബൂഖദ്നേസർ വരുമ്പോൾ ഈ സമീപദേശത്ത് ഇസ്രായേലിലും യഹൂദായിലും മറ്റ് തൊട്ടടുത്ത ദേശങ്ങളിലൊക്കെയും ഈ നെബൂഖദ്നേസർ നാശം വിതയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സൈന്യം വന്നിട്ട് അവരെയൊക്കെ പിടിച്ചടക്കുന്നുണ്ട്, പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, കൊള്ളയടിക്കുന്നുണ്ട്, ഒക്കെയും ചെയ്യുന്നുണ്ട്. അത് മിസ്രയീമിലും ഉണ്ടാകും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഭയങ്കര ജാതിയെ കൊണ്ട് തന്നെയാണ് ഇവരെയും കൈകാര്യം ചെയ്യുന്നത് ദൈവം എന്ന് തന്നെ അവിടെ പറയുകയാണ്. ഞാൻ മിസ്രയീം ദേശത്ത് ഭയം വരുത്തും, ഞാൻ പത്രോസിനെ ശൂന്യമാക്കും, സോവാനെ തീ വയ്ക്കും, നോവിൽ ന്യായവിധി നടത്തും. ഇതൊക്കെയും ഈജിപ്തിലെ ഓരോ സ്ഥലങ്ങളാണ്. എന്നിട്ട് മിസ്രയീമിൻ്റെ കോട്ടയായ സീനിൽ എൻ്റെ ക്രോധം പകരും, ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും, ഞാൻ മിസ്രയീമിന് തീ വയ്ക്കും, സീൻ അതിവേദനയിലാകും, നോവ് പിളർന്നു പോകും, നോഫിന് പകൽ സമയത്ത് വൈരികളുണ്ടാകും, ആവനിലെയും ബീപസത്തിലെയും യൗവനക്കാർ വാളുകൊണ്ട് വീഴും, അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ മിസ്രയീമിൻ്റെ മുഖമുടിച്ച് അവളുടെ ബലത്തിൻ്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹഫ്നേസിൽ പകൽ ഇരുണ്ടുപോകും. തഹഫ്നഹേസ് എന്നാണ് അത് പറയുന്നത്. ഓക്കെ, പകൽ ഇരുണ്ടു പോകും, അവളെയോ ഒരു മേഘം മൂടും, അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഞാൻ മിസ്രയീമിൽ ന്യായവിധികൾ നടത്തും, ഞാൻ യഹോവയെന്ന് അവർ അറിയും. അതിൻ്റെ അവസാന ഖണ്ഡികയിൽ വരുമ്പോൾ 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി ദൈവത്തിൻ്റെ അരുളപ്പാട് ഈ എസ്കേൽ പ്രവാചന അല്ലെങ്കിൽ എസെക്കിയേൽ പ്രവാചന ഉണ്ടാകുന്നത്, മിസ്രയീം രാജാവായ ഫറവോൻ്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അപ്പോൾ അത് സംഭവിച്ചു. പ്രവാസത്തിലിരിക്കുന്ന ഇത്രയും നാളും അതിനെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അതിനെ ദണ്ഡിപ്പിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ 11-ാം ആണ്ട് 1-ാം മാസം 7-ാം തീയതി പറയുകയാണ്, അത് മിസ്രയീം രാജാവായ ഫറവോൻ്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നുവെന്ന് എസെക്കിയേൽ പ്രവാചകനെ അറിയിക്കുകയാണ്. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടത്, അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. അതുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മിസ്രയീം രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു, ഞാൻ അവൻ്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും ഒടിച്ചു കളയും. അപ്പോൾ അതാണ് ഇവിടെ വായിക്കും. ഇങ്ങനെ ബാബേൽ രാജാവിൻ്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും, ഫറവോൻ്റെ ഭുജങ്ങൾ വീണുപോവുകയും ചെയ്യും. അപ്പം ബാബേൽ രാജാവിന് ശക്തി കൂടുകയും അല്ലെങ്കിൽ ശക്തി കൊടുക്കുകയും മിസ്രയീം എന്ന് പറഞ്ഞ രാജാവിന് ആ ബലം നശിച്ചു പോവുകയും ചെയ്യും. ഞാൻ മിസ്രയീമിലെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങൾ ചിതറിച്ചു കളയും. ഇവിടെയും ദൈവം പറയുന്നതാണ്, ഇതൊക്കെയും ചെയ്യുമ്പോൾ ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന് അവരറിയും എന്നാണ് പറയുന്നത്. അത് എത്ര കണ്ട് അറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ യഹോവ എന്ന് അവരറിയുമെന്നാണ്. അവരറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണെങ്കിൽ അത് അവരറിഞ്ഞിട്ടുണ്ടാകും. ആ സംഭവം നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം, യഹൂദായുടെ ദൈവം, യെരുശലേമിലെ ദൈവം, ആ ദൈവമാണ് ഞങ്ങളോട് ഈ പ്രതികാരം ചെയ്യുന്നത്, ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നത് ആ ജീവനുള്ള ദൈവമാണെന്നുള്ളത് അവർ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കിയിട്ടും ഉണ്ടാകും. 3-ാമത്തെ വായനാഭാഗം ഗലാത്യർ 5-6 അധ്യായങ്ങൾ. ഈ 6-ാമത്തെ അധ്യായത്തോടു കൂടി ഗലാത്യർക്കുള്ള ലേഖനം തീരും. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പൗലോസ് അപ്പോസ്തലന് പറഞ്ഞ് തൃപ്തിയാകാത്തതുപോലെ തന്നെ ഉണ്ട്. വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും പല കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ അവരെ നേടണം, അവരെ വഴിതെറ്റി പോകരുത് എന്നുള്ള ആ താല്പര്യം തന്നെയാണ് പൗലോസ് അപ്പോസ്തലന് ഈ എഴുത്തുകളിലുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നത്, ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ വിഷയം ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നേരത്തെ കഴിഞ്ഞ ദിവസത്തെ അധ്യായങ്ങൾ നമ്മൾ വായിച്ച വിഷയം തന്നെയാണ് ഇവിടെയും നെഴിളിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്. അപ്പം അങ്ങനെ ആ അടിമ നുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുതെന്നാണ്.
നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം. ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രവൃത്തികളിലും ആശ്രയിക്കാതെ വെറും വിശ്വാസം കൊണ്ട് മാത്രം നീതീകരണത്തിൻ്റെ പാതയിലേക്ക് നടക്കുവാൻ ദൈവം കാണിച്ച കൃപയൊന്ന് മാത്രം. ആ കൃപ പരിച്ഛേദന ചെയ്യാതെ വിശ്വാസം കൊണ്ട് മാത്രം, മനസ്സുകൊണ്ട് ഇരിക്കുന്നിടത്ത് ഒരു ചലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കണ്ട. എവിടെ ഇരുന്നാണോ കേൾക്കുന്നത്, എവിടെ ഇരുന്നാണോ വിശ്വസിക്കുന്നത്, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ കൃപ അനുഭവിച്ച് വിശ്വാസത്തിലേക്ക്, നീതീകരണത്തിലേക്ക് വരുവാൻ ദൈവം തന്ന ഇത്രയും ലളിതമായൊരു മാർഗത്തെ വീണ്ടും നിങ്ങൾ അടിമനുഖത്തിലേക്ക്, അതുപോലുള്ള അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നതിലുള്ള പ്രയാസമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പം അതിനെ അവർക്ക് ഇവിടെ ഒരു സംഗതി ഉള്ളത്, ഈ ജനത്തോട് അപ്പോസ്തലനായ പൗലോസിന് സ്നേഹമുണ്ട്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഈ വിശ്വാസം വിട്ടു പോകുന്നതിനെ സംബന്ധിച്ചുള്ള വലിയ സങ്കടവും വേദനയുമുണ്ട്. അപ്പം അത് എവിടെ നിന്നുണ്ടാകുന്നതാണ്? ആ സ്നേഹത്തിൽ നിന്നാണ്. അപ്പോൾ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യമെന്ന് പറയുമ്പം ആ സ്നേഹത്തിൻ്റെ അപ്പോൾ സ്നേഹം അവിടെ ഉണ്ടെന്നുള്ളത് സത്യവുമാണ്. അപ്പോൾ അത് എവിടെ നിന്ന് ലഭിച്ചു? അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹത്താലാണ് ആ കൃപ നമുക്ക് ലഭിക്കാനിടയായത്. യോഗ്യത കൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കുകയും വരുത്. അത് നമ്മളോടാണല്ലോ ഇതൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു സഹോദരന്മാരെ. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സ്നേഹിക്കുന്നു. അപ്പം ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആ പ്രതിഫലനം നിങ്ങൾ സഹോദരങ്ങൾ അന്യോന്യം കാണിക്കണം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അതാണ് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത്. ആ സ്നേഹം വ്യാപരിക്കുന്ന വിശ്വാസമത്രേ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വീണ്ടും ഒരു വിശദീകരണം തരുന്നത് അതാണ്. എന്നിട്ട് താഴോട്ട്, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിപ്പെടുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞു. അപ്പം മുമ്പ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് മുൻകൂട്ടി പറയുന്നത് ഇപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു എന്നാണ്. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും അവിടെ പറയുന്നത് അത് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയ ജയവും ഒക്കെയാണ് ആത്മാവിൻ്റെ ഫലം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയവും അവിടുത്തെ സഭകളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരം എന്തെങ്കിലും അപ്പോസ്തലൻ പൗലോസിന് ലഭിച്ചിട്ടുണ്ടാകാം. അപ്പം അവിടെ അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസത്തിൽ നടക്കുന്ന ആ ക്രിസ്തുവിനോടും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നടക്കുന്ന ആ ഒരു വിശുദ്ധിയും വിശ്വസ്തതയും ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക്, അല്ലെങ്കിൽ അതായത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ പ്രവൃത്തി ചെയ്തല്ലോ, ആ യാഗം അർപ്പിച്ച് കഴിഞ്ഞല്ലോ, പിന്നെ പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല, ഈ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട് പ്രവൃത്തികളിലുള്ള ഒരു പ്രശ്നം. അതേസമയം സ്നേഹത്തിലാണെങ്കിൽ, ദൈവത്തോടും ക്രിസ്തുവിനോടും സ്നേഹത്തിലാണെങ്കിൽ ആ ക്രിസ്തുവിനെയും ദൈവത്തെയും വേദനിപ്പിക്കുന്ന കാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു താൻ പോലും അറിയാതെ വരുന്ന ഒരു ചിന്ത, ഒരു ബോധം എല്ലാവരും അങ്ങനെയുള്ളവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുവന്നപ്പോൾ ഇവർ ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കാം.
ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യത്തിൻ്റെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയെന്നാണ്. അപ്പോൾ ഇപ്പം പൗലോസപ്പോസ്തലൻ അവിടെ ചെന്ന് ആരോടും ഈ കാര്യങ്ങൾ പറയാനൊക്കത്തില്ല. ഒരുപാട് ദൂരെയാണ്. ഒരു യാത്രയൊക്കെ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പാടും. രണ്ടാമത്തെ മിഷണറി യാത്രയുണ്ട്, അതിലൊക്കെ അവിടെ ചെല്ലുന്നുണ്ടാകാം. എന്നാൽ ഇപ്പോൾ എഴുത്തെഴുതി കൊടുത്തയക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സഭയിൽ എഴുതുന്ന എഴുത്ത് ഒരു സഭയിലേക്ക് മാത്രമല്ല, ആ സഭയിൽ വായിച്ചിട്ട് മറ്റൊരു സഭയിലേക്കൊക്കെ അത് വായിക്കപ്പെടും. അങ്ങനെ പറഞ്ഞ് അയക്കുന്ന കത്തുകൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾ അവിടെ ഈ തെറ്റിലകപ്പെട്ടു പോകാത്ത, വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകാത്ത ആളുകൾ അവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർ, ഈ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയ ആളുകളെ നിങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവിൻ, അവരോട് സ്നേഹത്തിൽ അവരോട് സംസാരിപ്പിൻ. മാത്രമല്ല നീയും പരീക്ഷയിൽ അകപ്പെടാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ ഇപ്പോൾ നിൽക്കുന്നു, ശരിയാണ്, പക്ഷേ നീ വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളൊരു ഉപദേശവും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 6-ാം അധ്യായത്തിൽ ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞത്. 6-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ളതും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്നുള്ളത്. നന്മ ഇപ്പം പലതരത്തിലാകാം. അവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഉൾപ്പെടെ, സങ്കടത്തിലും വേദനയിലും ആശ്വാസം പകരുന്ന ഉൾപ്പെടെ പല കാര്യങ്ങളിലും നന്മ ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇവിടെ 11-ാമത്തെ വാക്യത്തിലൊരു കാര്യം, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. പല ലേഖനങ്ങളും പൗലോസപ്പോസ്തലൻ സ്വന്തം കൈകൊണ്ടല്ല എഴുതിയത്. കാരണം അദ്ദേഹത്തിന് കാഴ്ചയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഡമാസ്കസിലേക്ക് പോകുന്ന വഴി ഒരു വലിയ വെളിച്ചം മിന്നി, പിന്നെ കണ്ണ് ഒരു 3 ദിവസത്തേക്ക് ഒന്നും കാണാതിരുന്ന ഒരു ദിവസങ്ങളുണ്ട്. അതിനുശേഷം കണ്ണിൽ നിന്ന് ആ മൂടലൊക്കെ മാറി ഒക്കെയാണ്. അതിനുശേഷം ആയിരിക്കണം പൗലോസപ്പോസ്തലന് കാഴ്ച ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ എഴുതാനോ വായിക്കാനോ ഒക്കെ ശരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നിരിക്കണം. എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ചെയ്യാൻ ഏൽപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ഒന്ന് പരാപരം നിന്നു പോകുവാൻ വേണ്ടി പരിച്ഛേദനക്കാർ നിങ്ങളെ, പരിച്ഛേദന ചെയ്തിട്ടുള്ളവർ നിങ്ങളെ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കുകയാണ്. അതിന് വീണു പോകുന്നതിനും അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനും കാരണം ഇതാണ്, എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചങ്ങ് പോകാമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. മനസ്സുകൊണ്ട് മാറി നിൽക്കേണ്ട പല സന്ദർഭങ്ങളിലും മനസ്സുകൊണ്ട് പോരാടി ജയിക്കുവാൻ കഴിയാതെ എന്തെങ്കിലും ജഡത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നിന്നു പോകാം എന്നുള്ള ചിന്തയാണ്. പരിച്ഛേദനക്കാർ തൻ്റെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിശോധന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നേ ഉള്ളൂ. നിങ്ങളെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ 4 പേരെ പരിശോധന കഴിപ്പിച്ചു, ഇന്നലെ 2 പേരെ പരിശോധന കഴിപ്പിച്ചു, ഞാൻ മൊത്തം 16 പേരെ പരിശോധന കഴിപ്പിച്ചു എന്ന് പറയാൻ തക്കവണ്ണമുള്ള പ്രശംസ ലഭിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പരിശോധന ഏറ്റ ശേഷം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി അനുസരിച്ച് ജീവിക്കുകയോ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അനുസരിച്ച് ജീവിക്കുകയോ ഒന്നും അവർക്ക് വിഷയമില്ല. ഒരാളെ കൂട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് യാതൊരു പ്രശംസയുമില്ല, ഒന്നിലും എനിക്ക് യാതൊരു പ്രശംസയില്ല. അതാണ് പൗലോസപ്പോസ്തലൻ. അതൊരു വലിയ ആശയമാണ്, നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട. ക്രൂശിൽ എങ്ങനെയാണ് പ്രശംസിക്കപ്പെടുക എന്നുള്ളത്. ക്രൂശ് തന്നെ ഒരു നികൃഷ്ടമായ സംഗതിയാണല്ലോ. ക്രൂശിൽ മരിച്ചെന്ന് പറഞ്ഞാൽ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ മരത്തിൽ തൂങ്ങി ശപിക്കപ്പെട്ടവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഉയർത്തുകയാവും പറഞ്ഞ ഉപദേശങ്ങളിൽ അതിനെ കീഴ്പ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരുവൻ ശപിക്കപ്പെട്ടവനെ പോലെ ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. പക്ഷെ അവിടെയാണ് എൻ്റെ പ്രശംസ എന്ന് പറയുക. അപ്പം അങ്ങനെ ഉള്ള പ്രശംസയാണ്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ലേഖനം അവസാനിക്കുകയാണ്. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോട്ടിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
ആമേൻ. അപ്പം ഇങ്ങനെ പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ മൊത്തത്തിൽ കാണുന്നത് പൗലോസ് അപ്പോസ്തലന് താൻ സ്ഥാപിച്ച ആ ഒരു സഭയല്ല, ഗലാത്യയിൽ പല സഭകളുണ്ട്. ആ സഭകളിലെ അവിടെ എല്ലാം നുഴഞ്ഞു കിടക്കുകയാണ്. എവിടെയൊക്കെയാണ് പുതിയ വിശ്വാസികൾ വരുന്നത്, അവിടെയെല്ലാം ഈ പൗലോസ് അപ്പോസ്തലൻ മാറിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ഈ നുഴഞ്ഞു കയറുകയാണ് ഈ യഹൂദന്മാർ. അപ്പോൾ അവരെ എളുപ്പത്തിൽ കാര്യം ഒരു ആളിനെ കിട്ടിയല്ലോ. പൗലോസ് അപ്പോസ്തലൻ കിടന്ന് 2 വർഷമൊക്കെ കിടന്ന് ഉഴുതുമറിച്ച് ഉണ്ടാക്കുന്ന ഒരു സഭയെ പെട്ടെന്ന് ചെന്ന് അവരെ പരിശോധനയുടെ ഉപദേശം പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിമറിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പറയുന്നത് പരിശോധനക്കാർ തന്നെയാണല്ലോ, ദൈവത്തിൻ്റെ പുസ്തകം വെച്ച് ഇരിക്കുന്ന ആൾക്കാർ ആണല്ലോ, ന്യായപ്രമാണ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ അവർ പറയാം, നിങ്ങൾ നല്ല കാര്യം, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നല്ലോ. ഒരു പ്രധാന കാര്യമുണ്ട്, അത് അവൻ പറഞ്ഞില്ലേ, ആരാ പൗലോസ് അപ്പോസ്തലൻ, അതൊന്നും പറഞ്ഞു തന്നില്ലേ? അത് പിന്നീട് പറയാമെന്ന് വെച്ചതായിരിക്കും. അപ്പോൾ പരിച്ഛേദന എന്നൊരു കാര്യമുണ്ടോ? പരിച്ഛേദന ഇല്ലാതെ നടക്കുമോ? പരിച്ഛേദന ആവശ്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവരെ സൗജന്യമായി ദൈവം ഇത്ര ലളിതമായി ചെയ്തൊരു കാര്യത്തെ വലിയൊരു ഭാരങ്ങൾ ചുമത്തി അവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നതിൽ പൗലോസ് അപ്പോസ്തലന് വലിയ സങ്കടമുണ്ടായിരുന്നു. ആ സങ്കടത്തിന് അപ്പോൾ ഇത് ഈ ഒരു ലേഖനത്തിൽ മാത്രമല്ല, പല ലേഖനങ്ങൾ, ഇപ്പം കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ അവിടെ വേറെ ചില പ്രശ്നങ്ങൾ നമ്മൾ കാണാൻ കഴിയും. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ പൗലോസ് അപ്പോസ്തലനുള്ള വേദനയും അവരെക്കുറിച്ചുള്ള സ്നേഹം, അവരോടുള്ള സ്നേഹവും അവരെക്കുറിച്ചുള്ള പ്രത്യാശയും, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ ആ സഭകളെക്കുറിച്ചും ആ സഭകളിൽ നിന്ന് വന്നുപോയ പിഴവുകളെക്കുറിച്ചൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു ദിവസം കൂടി തന്ന് ദൈവം അനുഗ്രഹിച്ചു. നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.